നമുക്ക് ആ അമ്മയും മക്കളെയും കാണാൻ പറ്റുമോ? ഇപ്പൊ കാണാൻ പറ്റില്ല. അവര് എല്ലാവരും മരിച്ചു പോയി കഴിഞ്ഞു. അപ്പൊ അമ്മ പാവം വിചാരിച്ചു എന്തോ ഉപ്പേരി കഴിച്ചിട്ട് കുടുങ്ങിയതാണെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു കുറച്ചു മുമ്പ് ഉപ്പേരി കഴിച്ചു, ചിലപ്പോൾ മോളെ അത് കുടുങ്ങിയതായിരിക്കും, അവൾക്ക് എക്കിലെടുക്കുന്നു, ശ്വാസം കിട്ടുന്നില്ല, വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. വീടിന്റെ വാതിലെത്തിയപ്പോൾ തന്നെ കയ്യിൽ നിന്ന് ഊർന്നു പോവുക, ശരീരത്തിനങ്ങ് വല്ലാത്ത വെയിറ്റ് വരിക. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഒരുപക്ഷെ ഇത് പ്രസീതയുടെ അവസാന സമയമായിരിക്കും, അതുകൊണ്ട് തന്നെ അമ്മ ഒരിക്കലും കരയരുത്, ആ സമയത്ത് നാമജപമാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മ നമുക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലാം. ഉറക്കെ ഞങ്ങൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കൊണ്ട് ഞാൻ ഉറക്കെ അതങ്ങ് ചൊല്ലി. ഈ 3 മക്കളും മരിക്കുന്ന സമയത്ത് അമ്മ ഉണ്ടായിരുന്നു. 3 മക്കളും അതിൽ ഞാനതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും തോന്നിയത് ഈ 1ാമത്തെ കുട്ടിക്ക് വന്നപ്പോൾ ആ അമ്മ ഒരുപക്ഷെ ചിന്തിച്ചു ഇത് ഈ കുട്ടിക്ക് മാത്രമായിരിക്കും. പക്ഷെ അവരുടെ അവയവങ്ങളെല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അവർ നന്നായിട്ട് പഠിച്ചിട്ടുമുണ്ട്. മാന്നാനം കെ കോളേജിലാണ് ഇതിൽ ഒരാൾ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ എന്നും അമ്മ പോയി കൊണ്ടുവിടും കൂട്ടിക്കൊണ്ടുവരും. അപ്പം ചില സമയത്ത് ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുമ്പോൾ ഈ കുട്ടിക്ക് അറിയാതെ മൂത്രം പോകുന്നു. ഈ കിഡ്നിയുടെ പ്രശ്നം വന്നപ്പോൾ അപ്പോൾ അതിനിങ്ങനെ ബസ് സ്റ്റോപ്പല്ലേ, അപ്പോൾ അതിനിങ്ങനെ ഇവർക്ക് വണ്ടിയൊന്നുമില്ല. അപ്പം അമ്മയോട് പറയും, അമ്മ ഇങ്ങനെ മൂത്രം പോകുന്നു. അടുത്ത ആൺകുട്ടികളും ഒക്കെ കാണും, ബസ് സ്റ്റോപ്പല്ലേ കാണും, മറ്റുള്ളവർ കാണുമോ, അങ്ങനെയൊക്കെ ഇവർ ഒത്തിരി വിഷമിച്ചിട്ടുണ്ടെന്ന് ഈ അമ്മ പറഞ്ഞിട്ടുണ്ട്. നമ്മളോടൊപ്പം ഉള്ളത് സരിത അയ്യറാണ്. നമസ്കാരം സരിത ടീച്ചർ. നമസ്തേ. സരിത ടീച്ചറിന്റെ കഴിഞ്ഞ എപ്പിസോഡിനകത്തില് ഞാൻ കേട്ടൊരു കഥയായിരുന്നു ഒരമ്മയുടെ 3 മക്കളുടെ. അപ്പൊ അതില് പ്രസീതയെ പറ്റിയിട്ടും അതേപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അപ്പൊ ഒരു നീണ്ട കഥ തന്നെ ഉണ്ടായി. നമുക്ക് ആ അമ്മയും മക്കളെയും കാണാൻ പറ്റുമോ? ഇപ്പൊ കാണാൻ പറ്റില്ല. അവര് എല്ലാവരും മരിച്ചു പോയി കഴിഞ്ഞു. അതും ഈ പറയുന്ന പോലെ ഒരു അനുഭവം തന്നെ ആയിരുന്നു. പ്രസീതയായിരുന്നു ഞാൻ കാണുമ്പോൾ ഉള്ള മൂത്ത കുട്ടി. അവർക്ക് മുകളിലൊരു അവരുടെ ഒരു ബ്രദറായിട്ടൊരു കുട്ടിയുണ്ട്. അന്ന് ഞാൻ ഈ സേവാപ്രവർത്തനങ്ങളിലേക്ക് വന്നിട്ടില്ല, സത്യസായി ഓർഗനൈസേഷൻ വഴിയായിട്ടുള്ളത്. ആ കുട്ടി മരിച്ചു പോയതിന് ശേഷമാണ് ഞാൻ ഈ വീടുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പ്രസീതയും പ്രിയയാണ് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത്, എനിക്ക് പരിചയമുള്ളത്. ഇതുപോലെ തന്നെ ഒരു ദിവസം ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഞാനും ഹസ്ബൻഡും കുട്ടികളും എല്ലാം ഇവിടെ സായി ഭജനയ്ക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഞങ്ങൾക്കിവിടെ ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ അടുക്കൽ സായി സമിതിയുണ്ട്. അപ്പോൾ അവിടെ ഭജനയുണ്ട് വൈകിട്ട്. അപ്പം അതിന് പോകാൻ നിൽക്കുമ്പോഴാണ് അമ്മയുടെ ഫോൺ വരുന്നത്. പെട്ടെന്ന് മോളെ പ്രസീതയ്ക്ക് എന്തോ വയ്യ, തൊണ്ടയിൽ എന്തോ പ്രശ്നം പോലെ വരുന്നു, അവൾക്ക് ശ്വാസം കിട്ടുന്നില്ല, മോള് വേഗം ഒന്ന് വണ്ടിയായിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പം പൊതുവെ ഇങ്ങനെ എന്താവശ്യത്തിന് എപ്പോൾ വിളിച്ചാലും ഞാൻ പോകുന്നതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു, ഞങ്ങൾ സമിതിക്ക് പോകാം, നീ അമ്മയുടെ അടുക്കലേക്ക് പോക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ ആവശ്യത്തിന് പോകുന്നതായതുകൊണ്ട് നമ്മളും അത്ര ഒരു ഗൗരവം പോയി എങ്കിലും ആ കുട്ടിയുടെ അവസാന സമയമാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ട് പ്രസീതയ്ക്ക് വല്ലാതെ വയ്യാതെ എന്തോ ശ്വാസമുട്ടലും ഒക്കെയാണ്. അപ്പം അമ്മ പാവം വിചാരിച്ചു എന്തോ ഉപ്പേരി കഴിച്ചിട്ട് കുടുങ്ങിയതാണെന്ന്. അപ്പം എന്നോട് പറഞ്ഞു കുറച്ചു മുമ്പ് ഉപ്പേരി കഴിച്ചു, ചിലപ്പോൾ മോളെ അത് കുടുങ്ങിയതായിരിക്കും, അവൾക്ക് എക്കിലെടുക്കുന്നു, ശ്വാസം കിട്ടുന്നില്ല, വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ആ ഒരു ചേച്ചിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ പിടിച്ച് കാറിൽ കയറ്റാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഈ വീടിന്റെ വാതിലെത്തിയപ്പോൾ തന്നെ കയ്യിൽ നിന്ന് ഊർന്നു പോവുക, ശരീരത്തിനങ്ങ് വല്ലാത്ത വെയിറ്റ് വരിക. അപ്പോഴത്തേക്കും പിന്നെ വേഗം 1-2 പേരും കൂടെ അയൽവക്കത്തുനിന്ന് വന്ന് വണ്ടിയിൽ കയറ്റി, പുറകിൽ കയറ്റി, അമ്മയും കയറി. ബാക്കി ആരും വന്നില്ല, കാരണം പെട്ടെന്നായതുകൊണ്ട് എല്ലാവർക്കും വരാൻ പറ്റില്ല. പക്ഷെ അടുത്ത വീട്ടിലുള്ളവരൊന്നും വലിയ കുഴപ്പമില്ല, സഹകരണം ഉള്ളവരാണ്. അമ്മ വണ്ടിയുടെ പുറകിൽ കയറി, ഞാൻ വേഗം വണ്ടി അവിടുന്ന് ആ സമയമായപ്പോഴേക്കും ആ വീട്ടിലേക്ക് വണ്ടി വരാൻ തുടങ്ങി. അത്രയും നാൾ അതില്ലായിരുന്നു. അപ്പോൾ ആ അയൽവക്കത്തുള്ളവരും എല്ലാം സഹകരിച്ച് വീട്ടിലേക്ക് വണ്ടി വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അവിടുന്ന് വേഗം ലൈറ്റ് ഇട്ട് വണ്ടി ഓടിച്ചു. പക്ഷെ കുറച്ച് ദൂരം എത്തിയപ്പോൾ തന്നെ അമ്മ പറഞ്ഞു, അമ്മ ഇങ്ങനെ കരയാണ്, പ്രസീതയുടെ ഒന്നും മിണ്ടുന്നില്ല, ഒച്ച കേൾക്കുന്നില്ല, മോളെ എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം സത്യം പറഞ്ഞാൽ എനിക്കും വണ്ടി ഓടിക്കുന്നതുകൊണ്ട് തിരിഞ്ഞു നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, എന്താണ് സംഭവം എന്ന് അറിയില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഒരുപക്ഷെ ഇത് പ്രസീതയുടെ അവസാന സമയമായിരിക്കും, അതുകൊണ്ട് തന്നെ അമ്മ ഒരിക്കലും കരയരുത്, കാരണം അവസാനം ഒരാത്മാവ് പോകുമ്പോൾ ഒരിക്കലും കരച്ചിൽ, നിലവിളി അങ്ങനെയൊന്നും കേൾക്കുന്നത് നല്ലതല്ല.
ആ സമയത്ത് നാമജപമാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മ നമുക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലാം എന്ന് പറഞ്ഞ് ഉറക്കെ ഞങ്ങൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കൊണ്ട് ഞാൻ ഉറക്കെ അതങ്ങ് ചൊല്ലിക്കൊണ്ടാണ് ഇവിടുന്ന് നേരെ ഹോസ്പിറ്റലിലോട്ട് കയറ്റുന്നത്, കാഷ്വാലിറ്റിയിൽ. പക്ഷെ അവർക്കെന്തോ ഇത് കണ്ടപ്പോഴേ മനസ്സിലായി കുട്ടി പോയി, പൾസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പൾസ് കിട്ടുന്നില്ല, വളരെ വലിയ പ്രൊസീജിയറുകളാവും, അറിയാമല്ലോ, കുട്ടി ഓൾറെഡി മരിച്ചു പോയി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒത്തിരി പൈസയൊക്കെ ആവും, പിന്നെ ഓൾറെഡി ഇങ്ങനെയുള്ള കുട്ടികളാണ്. അപ്പം അതുകൊണ്ട് അവർ ഏതെങ്കിലും ഒരു ഡോക്ടർ കൺഫേം ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ എനിക്ക് പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഉടനെ ഹസ്ബൻഡിനെ വിളിച്ചു. അവർ ഭജനയിലാണേലും ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥ പോയതുകൊണ്ടല്ല, അവിടെ സമിതിയിലുള്ളവരും അറിഞ്ഞു, അലേർട്ടായിരുന്നു. അപ്പോൾ ഉടനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു, ഇങ്ങനെ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞപ്പോൾ അവർ വേഗം ആലോചിച്ചിട്ട് ഈ കുട്ടികളെ വളരെ കാലമായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരു ഡോക്ടർ ശേഷാദ്രി നാഥനുണ്ട്, അത് ഇവിടെ അമ്പലത്തിൻ്റെ അടുക്കൽ തന്നെയാണ്, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒഫ്താൽമോളജി ഹെഡൊക്കെ ആയിരുന്നു, കണ്ണിൻ്റെ ഡോക്ടറായിരുന്നു. അപ്പം അദ്ദേഹം ഒരു സേവന മനോഭാവത്തോടു കൂടി തന്നെ വളരെ വർഷങ്ങളായിട്ട് ഈ കുട്ടികളെ നോക്കിക്കൊണ്ടിരുന്നതാണ്. ഈ കുട്ടികൾക്ക് കണ്ണിന് കാഴ്ചയില്ല, പക്ഷേ അതിനു മുമ്പ് ഈ ഫെയ്ഡ് ആയിക്കൊണ്ടിരുന്ന സമയത്തും എല്ലാം അദ്ദേഹമാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഉടനെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സാണ്, എൻ്റെ ഹസ്ബൻഡ് വേദാചാര്യനും കൂടിയാണ്, വേദം പഠിപ്പിച്ചതാണ്. അപ്പോൾ ഉടനെ അദ്ദേഹത്തെ വിളിച്ചു. ഭാഗ്യത്തിന് അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേഗം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് വേഗം വണ്ടി കൊണ്ടുവന്നപ്പോഴത്തേക്ക് അദ്ദേഹം സ്റ്റെതസ്കോപ്പുമായിട്ട് വെളിയിലെ മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും സമിതിയിലെ എല്ലാവരും അവിടെ എത്തി. അപ്പം അങ്ങനെ കൺഫേം ചെയ്തു കുട്ടി മരിച്ചു പോയി എന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മുടെ വണ്ടിയിൽ കിടന്ന് ഒരു കുട്ടി മരിക്കുക, അതിനായിട്ട് കൊണ്ടുപോകേണ്ടി വരിക എന്നൊക്കെ. പക്ഷെ അതൊന്നും ഒരു വിഷമത്തിലല്ല, പക്ഷെ ഇതെല്ലാം നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുമല്ലോ. പിന്നെ 1-2 പേരും കൂടെ ഒരാളെങ്ങാണ്ടോ വന്ന് വണ്ടി കയറിയെന്ന് തോന്നുന്നു, കാരണം ഈ കുട്ടി കിടക്കായതുകൊണ്ട് സ്ഥലമില്ലല്ലോ അധികം. പിന്നെ അമ്മയും എന്താ പറയുക, ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു. എത്ര വയ്യാത്ത കുട്ടികളാണെങ്കിലും സ്വന്തം കുട്ടി എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത ഭാവമല്ലേ. പിന്നെ ഞങ്ങളവിടെ വീട്ടിലെത്തിച്ചു. പിന്നെയാണ് അതിൻ്റെ കർമ്മങ്ങളൊക്കെ നടന്നത്. ഈ 3 മക്കളും മരിക്കുന്ന സമയത്ത് അമ്മ ഉണ്ടായിരുന്നല്ലേ? 3 മക്കളും. അതിൽ പ്രിയ പോയ സമയത്ത് ഞാനില്ലായിരുന്നു. എനിക്ക് ഈ പ്രഭാഷണത്തിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് ചില സമയങ്ങളിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. പക്ഷെ ആ സമയത്തും സായി ഓർഗനൈസേഷൻ്റെ ആളുകളായിരുന്നു പ്രിയയുടെ അവസാന സമയത്ത് ഇവിടെ കൈപ്പുഴ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. കാരണം ഞാൻ യാത്രയിലായിരുന്നു. അപ്പം പ്രിയ മരിച്ചതിന് ശേഷം പക്ഷെ അമ്മ എപ്പോഴും നമ്മൾ വീട്ടിൽ പോകുമ്പോൾ പറയുമായിരുന്നു, അമ്മയുടെ ഏറ്റവും വലിയ കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ ഇരിക്കുമ്പോഴെങ്ങാനും അമ്മ മരിച്ചു പോയാൽ ഈ കുട്ടികളെ ഇതുപോലെ ആര് നോക്കുന്നതായിരുന്നു. നമ്മളപ്പോൾ പറയുമായിരുന്നു, അമ്മ വിഷമിക്കേണ്ട, ഞങ്ങൾ അതെന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ. ഇത് പറയാമെന്നല്ലാതെ അതത്ര എളുപ്പമുള്ളൊരു ഉത്തരവാദിത്വമൊന്നുമല്ല. പക്ഷെ അമ്മയ്ക്കൊരു സമാധാനം വരട്ടെ, ഭഗവാൻ എന്തെങ്കിലും വഴി കാണിച്ചു തരും എന്നുള്ളൊരു ചിന്തയോടുകൂടി ഞങ്ങൾ പറയുമായിരുന്നു. പക്ഷെ നമ്മളും ചിന്തിക്കുമായിരുന്നു, കാരണം എല്ലാവരും നല്ല ഈശ്വര വിശ്വാസമുള്ളവരായിരുന്നു. ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് പോലും അവരാരും ഒരിക്കലും ഭഗവാനെ തള്ളി പറഞ്ഞിട്ടില്ല. ഇത് അവരുടെ കർമ്മഫലമാണ്, ഇനി ഇതുപോലൊരു ജന്മം വേണ്ട ഭഗവാനെ എന്ന് മാത്രമേ അവർ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ കുറേ കാലം അമ്മ ജീവിച്ചു. അമ്മയ്ക്ക് ഈ കുട്ടികളെ പരിചരിച്ച് നടുവിന് നല്ല പ്രശ്നമായിരുന്നു. അമ്മ ഇങ്ങനെ കൂനിയായിരുന്നു നടക്കുന്നത്. നല്ല സുന്ദരിയാണ്, നല്ല കണ്ടാലൊക്കെ നല്ല ഐശ്വര്യമാണ്. ശരിക്കും അമ്മയുടെ ഹസ്ബൻഡ് വന്ന് ബോംബെയിലായിരുന്നു ജോലി. ഇവർ നന്നായിട്ട് ജീവിച്ചവരാണ്. പെട്ടെന്ന് ഹസ്ബൻഡിന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. അതുകൊണ്ട് ഇവർ ഒറ്റയ്ക്കായതുകൊണ്ട് നാട്ടിൽ വന്നപ്പോഴാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കുട്ടിക്ക് ഈ രോഗം റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അന്ന് ഇതിന് ചികിത്സയില്ല. പക്ഷെ കുറേ വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കുട്ടിക്ക് റെക്കഗ്നൈസ് ചെയ്തു. കുറേ വർഷം കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ കുട്ടിക്ക് റെക്കഗ്നൈസ് ചെയ്തു. അങ്ങനെ അപ്പം അമ്മ പറയും 3 കുട്ടികളും അങ്ങനെയായിപ്പോയി. പിന്നെ അമ്മ അവസാനമായപ്പോൾ 2-3 തീർത്ഥാടനം ഒക്കെ നടത്തി ചെറിയ ഗ്രൂപ്പിൻ്റെ കൂടെ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളൊക്കെ അവിടെ പോയി ചെയ്തു. പിന്നെ അമ്മയ്ക്കും വളരെയധികം ഡയബറ്റിക് ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. കാലിൽ ഇങ്ങനെ കുഴി പോലെയൊക്കെ വരുമായിരുന്നു. അവസാനം അമ്മയും കുറേ കഷ്ടപ്പെട്ടു. എങ്കിലും അമ്മയും ഇപ്പം ഇല്ല, ഇപ്പം ആരുമില്ല ആ വീട്ടിൽ. അതുകൊണ്ട് തന്നെ പ്രിയ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പോയിരുന്നു.
ഞാൻ യാത്രയിലായിരുന്നെങ്കിലും കഴിഞ്ഞിട്ട് പോയിരുന്നു. അമ്മ പോയി കഴിഞ്ഞ് ഞാൻ പിന്നെ പോയില്ല, അവിടെ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. സാധാരണ ഈ മാതാപിതാക്കളെ സംബന്ധിച്ച് അവര് ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മക്കളുടെ വിയോഗം എന്ന് പറയുന്നത് താങ്ങാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ ഞാൻ ഇതില് ശ്രദ്ധിച്ചത് ആ അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ 3 മക്കളുടെയും പോകണം, അല്ലെങ്കിൽ അമ്മ ആദ്യം മരിക്കരുതെന്നൊരു ആഗ്രഹം അമ്മയ്ക്കുണ്ടായിരുന്നു. അത് അമ്മ എപ്പോഴും പറയുകയും ചെയ്യുമായിരുന്നു. പക്ഷെ നമുക്കത് ശരിക്കും മനസ്സിലാവും. കാരണം ആ അമ്മ നോക്കുന്ന പോലെ ഈ കുട്ടികളെ വേറെ ആർക്കും നോക്കാൻ സാധിക്കില്ല. നമുക്കൊക്കെ ഒന്ന് പോകാം, ഇങ്ങനെ വല്ല ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നൊക്കെ അല്ലാതെ നമുക്ക് വേറെ ഇതിനകത്ത് കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. അതാണ് ഒരു അമ്മയുടെ മനസ്സെന്ന് പറയുന്നത് വളരെ പ്രത്യേകത. ശരിക്കും ആ ഓരോ കുട്ടികളുടെയും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരുന്നല്ലോ 3 ആൾക്കാരും മരിച്ചിട്ടുണ്ടായത്. ഈ ഓരോരുത്തരുടെയും വിയോഗം ആ അമ്മ എങ്ങനെയായിരിക്കും തളർത്തിയിട്ടുള്ളതെന്നൊന്നും, കാരണം ആ ഒരു സിറ്റുവേഷനിലും സരിത ടീച്ചർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അവരൊരിക്കലും ദൈവത്തെ തള്ളി പറഞ്ഞില്ല. അപ്പൊ ഈ ഓരോ വിയോഗത്തിലും അവർക്ക് ഓൾറെഡി ഒരു നല്ല വേദനയായിരിക്കുമല്ലോ അവരുടെ മക്കൾ ഓരോന്നോരോന്നായി അവരുടെ കൺമുന്നിൽ മരിക്കുന്ന സമയത്ത്. തീർച്ചയായിട്ടും. എന്നിട്ടും ഞങ്ങളടുക്കെ പറഞ്ഞ അവിടെ സത്യസായി സച്ചരിതത്തിന്റെ പാരായണവും അവിടെ ആധ്യാത്മികമായിട്ടുള്ള ചെറിയ ചടങ്ങുകളും എല്ലാം അവിടെ നടത്താറുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളും പോയി എല്ലാം സഹകരിച്ചു കൊടുക്കും. അങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു. എന്തോ പൂർവജന്മ സുഹൃതം ഉള്ളതുകൊണ്ടായിരിക്കാം, കുറേ കർമ്മദോഷം ഉണ്ടായിരിക്കാം. പക്ഷെ ആ ഈശ്വരനെ തള്ളി പറയാത്തതും ഇതൊക്കെ നമ്മുടെ ഒരു പൂർവജന്മ കർമ്മകൃതമായിട്ടുള്ളതാണെന്നും അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ടാണ് അവർക്കിതിനെ നേരിടാൻ പറ്റിയത്. അല്ലെങ്കിൽ എപ്പോഴും ദൈവത്തിനെ തള്ളിപ്പറഞ്ഞും വളരെ അസ്വസ്ഥതയോടുകൂടിയുള്ള ഒരു ജീവിതമല്ലേ. അവർക്ക് മാനസികമായിട്ട് അങ്ങനെയുള്ള ഒരു അസ്വസ്ഥതയല്ലായിരുന്നു. ഈ രോഗം വന്നിട്ട് അതിൻ്റെ വേദനകളും ബുദ്ധിമുട്ടിക്കലും അല്ലാതെ തനിക്കിങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞ് സമൂഹത്തിനെ മുഴുവൻ പഴിക്കുകയും ചീത്ത പറയുകയും ബാക്കി എല്ലാവരോടും കാണുന്നവരോട് ദേഷ്യം അങ്ങനെയൊന്നും അല്ലായിരുന്നു. നല്ല സ്നേഹമുള്ളവരായിരുന്നു ശരിക്കും അവർ. നമ്മൾ ചെല്ലുമ്പോഴും അവിടെ ചെല്ലുമ്പോൾ ചില ദിവസം കുറച്ചൊരു പറമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ചെല്ലുന്ന ഇങ്ങനെ നോക്കിയിരിക്കും. ചിലപ്പോൾ 2 തേങ്ങ, അവിടെ കൊലയിലുണ്ടായ പഴം, അപ്പം കുറേ സാധനമൊക്കെ ആകുമ്പോൾ ഞാൻ പറയും, അമ്മ എനിക്ക് ഇത്രയൊന്നും കൊണ്ടുപോയാൽ ഇതൊന്നും അവിടെ ആരും കഴിക്കില്ല. പറയുമ്പോൾ പറയും, എൻ്റെ മക്കൾക്ക് ഇതൊക്കെ കഴിക്കാൻ കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ. ചിലപ്പോൾ മുല്ലപ്പൂവൊക്കെ കെട്ടിവെക്കും, പൂവൊക്കെ. അപ്പം പറയും, എൻ്റെ മക്കൾക്ക് ഇതൊക്കെ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ തരും, എൻ്റെ മോളെ പോലെയല്ലേ ഞാൻ തരുന്നത്. അങ്ങനെ ഒരിക്കൽ പറഞ്ഞതേ പിന്നെ ഞാൻ പിന്നെ ഒന്നും നിരാകരിക്കാറില്ല. അമ്മ ചെറിയ ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ഒരു പായസം ഉണ്ടാക്കി വെക്കും. അത് അമ്മയുടെ ഒരു സന്തോഷം. അപ്പം ആ രീതിയിൽ നമുക്കും നമ്മുടെ ഒരു അമ്മയെ പോലെ തന്നെയാണ്. പിന്നെ ഇവിടെ എല്ലാവർക്കും അത് അറിയാമായിരുന്നു. ഇപ്പം എൻ്റെ കുട്ടികളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അമ്മയുടെ ആ മനോഭാവം നമുക്കറിയാം. അത്ര ഒരു സ്നേഹമയായിട്ടുള്ള അമ്മയായിരുന്നു. ശരിക്കും അവരുടെ ആ ഒരു ജന്മത്തില് അവര് സന്തോഷം അനുഭവിച്ചിട്ടുണ്ടോന്ന് വെച്ചാൽ സംശയമല്ലേ. അവരുടെ മക്കള് ആ അസുഖത്തിന്റെ വേദനയിലൂടെ, ഇപ്പോ ടീച്ചർ കഴിഞ്ഞ ആ ഒരു എപ്പിസോഡിൽ പറഞ്ഞപ്പോഴാണെങ്കിലും ടീച്ചർ ആ കുട്ടിയുടെ ഒരു അവസ്ഥ കണ്ടപ്പോ അത്രത്തോളം ആ ഒരു സ്തംഭിച്ചൊക്കെ നിന്നു. അപ്പൊ അവരും പെട്ടെന്ന് ഒരു കാലയളവിന് ശേഷമല്ലേ കുട്ടികൾക്ക് അസുഖം ബാധിച്ചതും. അപ്പൊ അവരെ സംബന്ധിച്ച് അവര് ഓരോ കുട്ടിക്കും ഈ ഒരു വേദന സഹിക്കുന്ന കാണുമ്പോൾ അവർ തകർന്നു പോയിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും തോന്നിയത് ഈ 1ാമത്തെ കുട്ടിക്ക് വന്നപ്പോൾ ആ അമ്മ ഒരുപക്ഷെ ചിന്തിച്ചു ഇത് ഈ കുട്ടിക്ക് മാത്രമായിരിക്കും. പക്ഷെ 2ാമത്തെ കുട്ടിക്കും കൂടെ വന്നു കഴിയുമ്പോൾ ആ അമ്മയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും. കാരണം എപ്പോഴും ഇങ്ങനെ ഒരു ഭീതിയിലാണ്. കാരണം തൻ്റെ 3ാമത്തെ കുട്ടിക്ക് ഇത് വരുമോ, 3ാമത്തെ കുട്ടിക്ക് ഇത് വരുമോ. ആ 3ാമത്തെ കുട്ടിക്ക് ഇതുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഉള്ള ആ ഒരു അമ്മയുടെ അവസ്ഥ സത്യം പറഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കൈവിട്ട കളി പോലെ ആയിരുന്നല്ലോ. 3 കുട്ടികൾക്കും വന്നു. മൂത്ത മോൻ ഗിറ്റാറൊക്കെ വായിക്കുമായിരുന്നു. പിന്നെ ഒത്തിരി എന്ന് വെച്ചാൽ ഇവർക്ക് നല്ല ബോധമുണ്ട്. പക്ഷെ അവരുടെ അവയവങ്ങളെല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അവർ നന്നായിട്ട് പഠിച്ചിട്ടുമുണ്ട്. ഇപ്പം പ്രസീത, പ്രിയ മാന്നാനം കെ കോളേജിലാണ്. ഇതിൽ ഒരാൾ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്, ഒരാൾ മാന്നാനം കെയിൽ പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ അമ്മ എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ അന്നൊക്കെ എന്നും അമ്മ പോയി കൊണ്ടുവിടും കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ ഈ സ്ക്രൈബിനെ വെച്ചൊക്കെ ആയിരിക്കും ഇവർ പരീക്ഷയൊക്കെ എഴുതുന്നത്. അപ്പോൾ ചില സമയത്ത് ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുമ്പോൾ ഈ കുട്ടിക്ക് അറിയാതെ മൂത്രം പോകും. ഈ കിഡ്നിയുടെ പ്രശ്നം വന്നപ്പോൾ. അപ്പോൾ അതിനിങ്ങനെ ബസ് സ്റ്റോപ്പല്ലേ, അപ്പോൾ അതിനിങ്ങനെ ഇവർക്ക് വണ്ടിയൊന്നുമില്ല. അപ്പം അമ്മയോട് പറയും, അമ്മ ഇങ്ങനെ മൂത്രം പോകുന്നു, അടുത്ത ആൺകുട്ടികളും ഒക്കെ കാണും, ബസ് സ്റ്റോപ്പല്ലേ കാണും, മറ്റുള്ളവർ കാണുമോ, അങ്ങനെയൊക്കെ ഇവർ ഒത്തിരി വിഷമിച്ചിട്ടുണ്ടെന്ന് ഈ അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മ പറയും ആ ഒരു കാലം മുഴുവൻ
അന്ന് നേരെ ഒരു ചികിത്സയില്ല. അപ്പം ആ ഒരു കാലഘട്ടം മുഴുവൻ ആശുപത്രിയിലായിരുന്നു ജീവിതം. പക്ഷെ നന്നായിട്ട് പഠിപ്പിച്ചു, നല്ല മാർക്കും ഉണ്ടായിരുന്നു ഈ കുട്ടികൾക്ക് ശരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പക്വതയും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചെല്ലുമ്പോഴൊക്കെ നല്ല സ്നേഹമൊക്കെ ആയിരുന്നു കുട്ടികൾക്ക്. അവരുടെ ആ ഒരു ജന്മത്തിന്റെ പൂർത്തീകരണമായിട്ടുണ്ടാവും. അത് നമുക്കറിയില്ല, അത് ഈശ്വരന് മാത്രമേ അറിയൂ. പക്ഷെ എന്താണെങ്കിലും ഇനിയൊരു നല്ല ജന്മം, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഭഗവാനെ അവർക്കൊരു, കാരണം ഒരു ജന്മത്തിലല്ല, ഒരു 10 ജന്മത്തിൽ അനുഭവിക്കാനുള്ള മുഴുവൻ അവർ അനുഭവിച്ചിട്ടുണ്ട്. അവർക്കൊരു നല്ല ജന്മം കൊടുക്കണേ എന്ന്. കുട്ടികളെക്കാട്ടിലും അമ്മയായിരിക്കും അനുഭവിച്ചിട്ടുള്ളത്. അതെ, അത് തീർച്ചയായിട്ടും അതെ. അവർക്ക് അസുഖ സംബന്ധമായിട്ടുള്ള വേദനകൾ കുട്ടികൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അത് കണ്ടു നിൽക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഒരു അമ്മയെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടാണ് കുട്ടികളുടെ ഈ ഒരു അവസ്ഥ. സരിത ടീച്ചർ ഇപ്പൊ പ്രാർത്ഥിക്കുന്നുണ്ടാവുന്നത് അടുത്തൊരു ജന്മത്തിലേക്ക്, അല്ലെങ്കിൽ വളരെ ഇത്ര വേദനകളൊന്നും ഇല്ലാതെ അവർക്കൊന്നുകൂടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റണം തന്നെയായിരിക്കും അല്ലേ? അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അവർ ചിലപ്പോൾ ഈശ്വരനിൽ ലയിച്ച് കാണും. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇനിയൊരു ജന്മമില്ല. ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥ ഇതാണ്. നമ്മളുടെ ഒരു സംസ്കാരം അനുസരിച്ച് ഈശ്വരനിൽ നിന്ന് പുറപ്പെട്ടു ഈശ്വരനിലേക്ക് തന്നെ എത്തുക എന്നുള്ളതാണ്. ഇനി അതല്ല അവർക്കൊരു ജന്മം ഉണ്ടെങ്കിൽ ഭഗവാനെ ശാന്തവും സമാധാനമായിട്ട് ഒരു നിമിഷം പോലും ഈശ്വരനെ മറക്കാൻ സാധിക്കാത്ത, എപ്പോഴും ഈശ്വരനെ സ്മരിക്കാൻ പറ്റുന്ന, ധർമാനുസൃതമായിട്ട് ജീവിക്കാൻ പറ്റുന്ന, സന്തോഷകരമായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു ജീവിതം കൊടുക്കണമെന്ന് നമ്മൾ ആരും പ്രാർത്ഥിച്ചു, കാണുന്നവരാരാണെങ്കിൽ. കണ്ടിട്ടില്ലെങ്കിൽ പോലും ആ ഒരു 3 മക്കളെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയാൻ പലർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പൊ അതിനുള്ള ഒരുപാട് ഉത്തരങ്ങളാണ് ടീച്ചർ ഇപ്പൊ തന്നത്. എൻ്റെ അന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ വാട്സപ്പിൽ പലരും മെസ്സേജ് അയച്ചിരുന്നു, ആ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു, ഇതിൻ്റെ ബാക്കി ഇല്ലേ, ആ കുട്ടികളുടെ കഥ ബാക്കി പറഞ്ഞില്ലോ എന്നൊക്കെ. ഞാൻ അന്നത്തെ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ഉദ്ദേശിച്ചത് പറയാൻ. ഇപ്പം ഇന്ന് ചോദിച്ചുകൊണ്ട് അതും കൂടെ പറയാൻ പറ്റി. നന്ദി ടീച്ചർ. താങ്ക് യു.